ഹായ് നമസ്കാരം. ഏറ്റവും സിമ്പിളായിട്ട് ചെറുപയറും നേന്ത്രക്കായും കൂടി എങ്ങനെ എരിശ്ശേരി വെക്കാൻ നോക്കാം നമുക്ക്. ഇതിനകത്ത് ഞാൻ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ബാച്ചിലേഴ്സിനും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപയർ ഒരു 200 ഗ്രാമിനടുത്ത് നന്നായി കഴുകി ഒരു കുക്കറിലോട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുതിർത്തൊന്നും വെക്കാത്തത് കൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഒരു 4-5 വിസിൽ മതി ശരിക്കും. ഒരു 5 വിസിലിന് ശേഷം നിങ്ങളൊന്ന് വിസിൽ കളയാതെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകമായി കിട്ടും. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ വേവിച്ചതിന് ശേഷമുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 5 വിസിലിന് ശേഷമുള്ളതാണ്. ഞാൻ വിസിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറുപയറൊക്കെ നല്ല കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞതിന് ശേഷം ക്യൂബ് ഷേപ്പ് കണക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഓരോരോ സ്പൈസസ് ആയിട്ട് ഏതൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പിന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പില. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളിങ്ങനെ കറിവേപ്പില ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ തേങ്ങ ചിരകി വെച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ മതി, അത്രയും വളരെ കുറച്ച് മതി. അതും ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങ നമ്മൾ അരച്ച് ചേർക്കുന്നേ ഇല്ല, തേങ്ങ ഇങ്ങനെ ചിരകിയിട്ടത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ ചെറുപയറുമായിട്ട്. അതിനുശേഷം ഒരു വിസിൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞപാടെ നിങ്ങൾ ആ വിസിലങ്ങ് കളയുക. ഇല്ലെങ്കിൽ നേന്ത്രക്കായൊക്കെ ചിലപ്പോൾ വെന്തുടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ ചെറുപയറിൻ്റെ ആ വേവ് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നന്നായിട്ട് തിക്കായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇതിപ്പോൾ ഞാൻ സാധാരണ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വിസിൽ എപ്പോഴും വന്നു കഴിഞ്ഞപാടെ കളയാൻ നോക്കുക. ഇല്ലെങ്കിൽ കായ ശരിക്കും വെന്തുടഞ്ഞു പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കറി ശരിക്കും റെഡിയായി. ഇനി ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കുന്ന പരിപാടിയും കൂടി ആയിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ഈസിയാണ്. അപ്പോൾ നമുക്ക് വീക്കെൻഡിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആയിരിക്കും എനിക്കൊന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു കറിയാണിത്. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ച് സ്പൂണിനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചതിന് ശേഷമുള്ളതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു എരിശ്ശേരിയുടെ അല്ലെങ്കിൽ കൂട്ടുകറിയൊക്കെ വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദില്ലേ, ശരിക്കും ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ താളിച്ചത് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്ന് മൂടി വെക്കുക. അപ്പോഴാണ് ഈ താളിച്ചതൊക്കെ ഇതുമായിട്ട് ശരിക്കും ഒന്ന് ചേർന്ന് കിട്ടുന്നത്, ആ ഒരു മണവും ഇതൊക്കെ ശരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറും നേന്ത്രക്കായയുടെ വളരെ എളുപ്പത്തിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ക്യാബേജ് തോരൻ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ല ഈസി ആയിട്ടുള്ളതാണ്. അതും എല്ലാവരും കാണാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡിഷായി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.